Dear students, welcome back to the next class of biology. Today we are going to start our third chapter, simple nutrients into cells. Okay, so let's start our class. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള തേർഡ് ചാപ്റ്ററിന്റെ പേരെന്താണ്? സിമ്പിൾ ന്യൂട്രിയൻസ് ഇൻ ടു ദ സെൽ അല്ലേ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു നമ്മുടെ ഡൈജഷൻ എന്നുള്ള പ്രോസസ്സിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയലിനെ സിമ്പിൾ ആൻഡ് അബ്സോർബിൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ആ പ്രോസസ്സാണ് ഡൈജഷൻ. ഓക്കെ, പിന്നെ അതിൽ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ് ലാസ്റ്റ് അബ്സോർപ്ഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത്. അബ്സോർബ് ചെയ്തിട്ടുള്ള ആരാണ് അബ്സോർബ് ചെയ്യുന്നത്? സിമ്പിൾ ന്യൂട്രിയൻസിനെ ആരാണ് അബ്സോർബ് ചെയ്യുന്നത്? ബ്ലഡ് ആൻഡ് ലാക്റ്റിയൽ ആണ് അല്ലേ. ഇനി ഇപ്പൊ നമുക്ക് ഓരോ സെല്ലിനും എന്തിനാണ് ഈ ന്യൂട്രിയൻസ്? ഓരോ സെല്ലിനും ന്യൂട്രിയൻസ് ആവശ്യം ഉണ്ടായിരിക്കും അല്ലേ. അപ്പൊ ആ സെല്ലിലോട്ട് ന്യൂട്രിയൻസ് എത്തുന്നത് എങ്ങനെ? ഓക്കെ, അപ്പോൾ ഡൈജഷൻ വഴി കിട്ടിയിട്ടുള്ള ന്യൂട്രിയൻസിനെ ആരാണ് എങ്ങനെയാണ് സെല്ലിലോട്ട് എത്തിക്കുന്നത് എന്നാണ് നമ്മൾ ഈ തേർഡ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ആരാണ് അബ്സോർബ് ചെയ്യുന്ന ആളാരാണ്? ബ്ലഡ് ആണ്. അപ്പോൾ ബ്ലഡ് ആയിരിക്കും എന്തായാലും എവിടേക്ക് എത്തിക്കുക? സെല്ലിലോട്ട് എത്തിക്കുക അല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ബ്ലഡിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതായത് നമ്മുടെ അടുത്ത പ്രോസസ്സായിട്ടുള്ള നമ്മൾ ഡൈജഷൻ പഠിച്ചു, അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന നെക്സ്റ്റ് ഓർഗൻ സിസ്റ്റമാണ് സർക്കുലേറ്ററി സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ബ്ലഡ്, ഹേർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ്, ഇത്രയും അടങ്ങിയിട്ടുള്ളതാണ് സർക്കുലേറ്ററി സിസ്റ്റം. ഇപ്പോൾ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയും എന്തൊക്കെയാണ്? മൗത്ത്, ഈസോഫാഗസ്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, റെക്ടം അല്ലെ. ഇതാണ് അതായത് ഡൈജഷൻ എന്നുള്ള പ്രോസസ്സ് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഓർഗൻസ് അല്ലെ. അതുപോലെ തന്നെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഓർഗൻസ് ആണ് ഏതൊക്കെ? ഹാർട്ടും ബ്ലഡ് വെസൽസും ബ്ലഡും. ഓക്കെ, ബ്ലഡ് ഓർഗൻ അല്ല കേട്ടോ, ടിഷ്യൂ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് സർക്കുലേറ്ററി സിസ്റ്റത്തിലെ ഏറ്റവും ഫസ്റ്റ് ആരാണ്? നമ്മൾ പറഞ്ഞു ബ്ലഡ് വെസൽസ് ആൻഡ് ഹാർട്ട് അല്ലേ, അല്ലെങ്കിൽ ബ്ലഡ്, ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ്. ഇതിൽ നമ്മൾ ബ്ലഡിനെ കുറിച്ചാണ് ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ അപ്പോൾ എല്ലാവരും ക്ലാസ്സിലോട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും ബ്ലഡിന്റെ ഫങ്ഷൻ. എന്തിനാണ് നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ചെയ്യുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഒരു ഫങ്ഷൻ നമ്മളിപ്പോൾ പഠിച്ചു. എന്താണ്? ട്രാൻസ്പോർട്ട് ന്യൂട്രിയൻസ് ഇൻ ടു ദ സെൽ. സെല്ലിലോട്ട് ന്യൂട്രിയൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? ബ്ലഡ് ആണ്. ബ്ലഡ് ന്യൂട്രിയൻസിനെ മാത്രമാണോ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? വേറെ എന്തിൻ്റെയൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ബ്ലഡ് ചെയ്യുന്നുണ്ട്? നമ്മളെ റെസ്പിറേഷൻ വഴി നമ്മൾ ഉള്ളിലോട്ട് എടുക്കുന്ന ഓക്സിജൻ മിക്സ് ചെയ്യുന്നത് ബ്ലഡിലാണ്. ഓക്കെ, അപ്പോൾ ഓക്സിജന്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നത് ഏത് വഴിയാണ്? ബ്ലഡ് വഴിയാണ്. ഇനി സെല്ലിൽ നിന്നും പുറന്തള്ളുന്ന ഗ്യാസാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തോട്ട്, അതായത് കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ട്രാൻസ്പോർട്ടേഷൻ ആരാണ് നടത്തുന്നത്? ബ്ലഡ് ആണ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ബ്ലഡ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഓക്സിജന്റെ ട്രാൻസ്പോർട്ട്, ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ട്രാൻസ്പോർട്ടേഷൻ ആരാണ് ചെയ്യുന്നത്? ബ്ലഡ് ആണ് ചെയ്യുന്നത്. ഇത് കൂടാതെ നമ്മുടെ ബോഡിയിൽ ഫോം ചെയ്തത് നമ്മുടെ ബോഡിയിലുള്ള സെൽസിൽ ഉണ്ടായിട്ടുള്ള എക്സ്ക്രീറ്ററി വേസ്റ്റ് മെറ്റീരിയൽസിന്റെ ട്രാൻസ്പോർട്ടേഷനും ഏത് വഴിയാണ്? ബ്ലഡ് വഴിയാണ്. ഇത് കൂടാതെ ബ്ലഡിന്റെ അടുത്ത ഫംഗ്ഷൻ ആണ് നമ്മുടെ ബോഡിയിൽ ടെമ്പറേച്ചർ. നമ്മളൊക്കെ വാം ബ്ലഡഡ് ആയിട്ടുള്ള ആനിമൽസ് ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഒക്കെ ബോഡിയിൽ ഒരു ചൂടുണ്ടായിരിക്കും. എപ്പോഴും നമ്മുടെ ബോഡിയിൽ ഒരു ടെമ്പറേച്ചർ ഉണ്ട്. ഈ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആരാണ്? ബ്ലഡ് ആണ്. ഓക്കെ, ഇനി ഇത് കൂടാതെ ബ്ലഡിന്റെ അടുത്തൊരു ഫംഗ്ഷൻ ആണ് നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂണിറ്റി. നമുക്കറിയാം രോഗപ്രതിരോധ ശേഷി. നമുക്ക് രോഗപ്രതിരോധ ശേഷി തരുന്നതിൽ അല്ലെങ്കിൽ അതിലും മേജർ റോളാണ് നമ്മുടെ ബ്ലഡ് വഹിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത്രയുമാണ് എന്ത് ബ്ലഡിന്റെ ഫങ്ഷൻസ്. ഇത് ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഏതൊക്കെയാണ് ഫങ്ഷൻസ്? ട്രാൻസ്പോർട്ട്, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് അതർ വേസ്റ്റ് മെറ്റീരിയൽസ്. അതുകൂടാതെ ഏതാ? ന്യൂട്രിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ ട്രാൻസ്പോർട്ട്, ന്യൂട്രിയൻസ്, റെസ്പിറേറ്ററി ഗ്യാസസ് ആൻഡ് എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ്, മെയിൻറ്റെയിൻ ബോഡി ടെമ്പറേച്ചർ ആൻഡ് ഓൾസോ പ്ലേ മേജർ റോൾ ഇൻ ദ ഇമ്മ്യൂണിറ്റി. അത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ചെയ്ത് പഠിച്ചു മെയിൻറ്റെയിൻ ബോഡി ടെമ്പറേച്ചർ. ഇതൊക്കെയാണ് ബ്ലഡിന്റെ ഫങ്ഷൻസ്. ബ്ലഡിന്റെ ഫങ്ഷൻസ് എല്ലാവർക്കും മനസ്സിലായോ?
Okay students, next we are going to discuss our second topic, components of blood. അപ്പോൾ ബ്ലഡിന്റെ കമ്പോണൻസ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു എക്സ്പെരിമെന്റ് ചെയ്യണം അല്ലേ. എക്സ്പെരിമെന്റിലൂടെയാണ് നമുക്ക് ബ്ലഡിലുള്ള കമ്പോണൻസ് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ കാലിൽ, നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും അതിൽ നിന്ന് ബ്ലഡ് ഫ്ലോ ഉണ്ടായിരിക്കുമോ? ഏത് ടൈമിലും ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുമോ? കുറച്ച് ടൈം ബ്ലഡ് ഫ്ലോ ചെയ്യും, അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ബ്ലഡിന്റെ ഫ്ലോ അവിടെ പ്രിവെന്റ് ചെയ്യും അല്ലെ. ബ്ലഡ് അവിടെ കട്ട പിടിക്കും, കൊയാഗുലേറ്റ് ചെയ്യും, ക്ലോട്ട് ചെയ്യും. ഓക്കെ, എങ്ങനെയാണ് ക്ലോട്ട് ചെയ്യും? അപ്പൊ അത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ എടുക്കുന്ന ആ സമയം വരെയാണ് നമ്മുടെ ബ്ലഡ് എന്ത് ചെയ്യുക? ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ക്ലോട്ടിംഗ് എന്നുള്ള പ്രോസസ്സ് നടന്നാൽ പിന്നീട് ബ്ലഡ് ഫ്ലോ ഉണ്ടായിരിക്കില്ല. ഓക്കെ, അത് നമ്മുടെ ബ്ലഡിന്റെ ഒരു എബിലിറ്റിയാണ്. ഇപ്പൊ നോക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ലാബില് നമ്മുടെ ബോഡിയിൽ നിന്ന്, നിങ്ങളൊക്കെ ലാബിൽ എന്തെങ്കിലും ടെസ്റ്റുകൾ, ബ്ലഡ് ടെസ്റ്റ് നടത്തിയവരായിരിക്കാം. അപ്പൊ നിങ്ങളൊക്കെ ശ്രദ്ധിച്ച് കാണും, എന്താണ്, ലാബില് ബ്ലഡ് എടുത്ത് അവര് നേരെ അതൊരു ട്യൂബിലോട്ട് മാറ്റും അല്ലെ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു കുപ്പി ഉണ്ടായിരിക്കും അല്ലെ, അതിലോട്ടാണ് അവരത് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ അതിൽ വന്ന ബ്ലഡ് എന്തുകൊണ്ട് കട്ട പിടിക്കുന്നില്ല? നമ്മുടെ ബ്ലഡ് പുറത്തേക്ക് വന്നാൽ എന്തായാലും നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ബ്ലഡ് മുറിവാക്കുക, ഒരു ഡ്രോപ്പ് ബ്ലഡ് നമ്മൾ ഏതെങ്കിലും, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ, നിങ്ങൾ ആരും ഇനി കൈയൊന്നും മുറിച്ച് മുറിവാക്കരുത്. ഓക്കെ, നിങ്ങൾ ഇനി മുറിവൊക്കെ ആയാൽ അതൊന്ന് നോട്ട് ചെയ്യുക. മുറിവ് ഒരു നുള്ള ബ്ലഡ് ഏതെങ്കിലും ഒരു മീഡിയത്തിൽ വീണിട്ടുണ്ടെങ്കിൽ, തറയിലായിക്കോട്ടെ, പേപ്പറിലായിക്കോട്ടെ, ടേബിളിലായിക്കോട്ടെ, എവിടെയെങ്കിലും ഒരു ഡ്രോപ്പ് ബ്ലഡ് വീണിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾ പോയി നോക്കിയാൽ കാണാം, ആ ബ്ലഡ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ക്ലോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, കട്ട പിടിച്ചിട്ടുണ്ടായിരിക്കും. അറ്റ്മോസ്ഫിയറുമായിട്ട് പെട്ടെന്ന് തന്നെ, എയറുമായിട്ട് കോണ്ടാക്ട് വന്ന ബ്ലഡ് എന്ത് ചെയ്യും? പെട്ടെന്ന് കട്ട പിടിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ലാബിൽ എടുക്കുന്ന ബ്ലഡ് എന്താവുന്നില്ല? കട്ട പിടിക്കുന്നില്ല. അതിന് കാരണം അവർ ആ എടുക്കുന്ന ബോട്ടിലില്ലേ, ആ ബോട്ടില് അവരൊരു സൊല്യൂഷൻ, ഒരു 2 or 3 drops ഒരു സൊല്യൂഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആ സൊല്യൂഷന്റെ പേരാണ് EDTA. ഓക്കെ, EDTA എന്ന് പറഞ്ഞാൽ എഥിലീൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡ്. ഓക്കെ, ഇത് ഒരു ആന്റി കൊയാഗുലന്റ് ആണ്. വാട്ട് ഈസ് കൊയാഗുലേഷൻ? നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് കൊയാഗുലേഷൻ. ഓക്കെ, അപ്പൊ ആന്റി കൊയാഗുലേഷൻ അല്ലെങ്കിൽ ആന്റി കൊയാഗുലന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതിനെ പ്രിവെന്റ് ചെയ്യാം. അപ്പൊ രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ലാബുകളിൽ ഉപയോഗിക്കുന്ന സൊല്യൂഷൻ ആണ് ഏത്? EDTA. അപ്പൊ ഇത് 1 വേർഡ് ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് EDTA? എഥിലീൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡ്. ഇത് എന്താണ്? ഒരു ആന്റി കൊയാഗുലന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് അവർ ആ ടെസ്റ്റ് ട്യൂബിൽ അല്ലെങ്കിൽ ആ ബോട്ടിൽ മിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഒരു പിക്ചർ നോക്കുക. ഈ ഒരു പിക്ചറിൽ ഒരു ടെസ്റ്റ് ട്യൂബ് തന്നിട്ടുണ്ട്. ഈ ടെസ്റ്റ് ട്യൂബില് ബ്ലഡ് ആണ് ഉള്ളത്. അപ്പൊ അതിന് മുന്നേ ഇതിൽ EDTA മിക്സ് ചെയ്തിട്ടാണ് ഈ ടെസ്റ്റ് ട്യൂബ് ഉള്ളത്. അതിലോട്ട് ബ്ലഡ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ആ ബ്ലഡ് കുറച്ചു നേരം സെറ്റ് ചെയ്ത് വെച്ചാൽ, അനങ്ങാതെ വെച്ചാലേ ആ ബ്ലഡ് ഇങ്ങനെ 2 പോർഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി ബ്ലഡ് ബാങ്ക് ഒക്കെ വിസിറ്റ് ചെയ്യാൻ വല്ല അവസരവും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക, ആ ബ്ലഡിന്റെ ആ ബാഗ് ഉണ്ടല്ലോ, ആ ബാഗിൽ അത് ശരിക്കും കാണാൻ നിങ്ങൾക്ക് ബ്ലഡ് 2 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ചിത്രത്തിലോട്ട് നോക്കുക, ഇതേപോലെ തന്നെ ആയിരിക്കും. ഏറ്റവും അപ്പർ സൈഡിൽ പെയിൽ യെല്ലോ കളേർഡ് പോർഷൻ ഉണ്ടായിരിക്കും. അതിന്റെ അടിയിൽ നല്ല ഡാർക്ക് റെഡ് ആയിട്ടുള്ള നല്ല ഡാർക്ക് റെഡ് പോർഷൻ ഉണ്ടായിരിക്കും. ഇങ്ങനെ 2 പോർഷനായിട്ട് ബ്ലഡ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോ ഇതിലെ ഈ ഫസ്റ്റ് പോർഷനിലെ പെയിൽ യെല്ലോ കളേർഡ് ആയിട്ടുള്ള ദിസ് പോർഷൻ ഈസ് കോൾഡ് പ്ലാസ്മ. ഓക്കെ, അപ്പോ ബ്ലഡില് 55% 100 ml ബ്ലഡില് 55% ആരാണ് കാണപ്പെടുക? പ്ലാസ്മയായിരിക്കും കാണപ്പെടുക. പ്ലാസ്മ എന്ന് പറയുന്നത് അപ്പർ സൈഡിലുള്ള, മുകളിലുള്ള പെയിൽ യെല്ലോ കളേർഡ് ഫ്ലൂയിഡ് ആണ് പ്ലാസ്മ. ഓക്കെ, അപ്പൊ നമ്മുടെ എല്ലാവരുടെയും രക്തത്തിലെ 55% കാണപ്പെടുന്ന ബ്ലഡിലെ കമ്പോണന്റ് ഏതാണ്? പ്ലാസ്മയാണ്. ഇനി അതിന്റെ അടിയിലുള്ള രക്തക്കട്ടകൾ നല്ല ഡാർക്ക് റെഡ് കളേർഡ് ആയിട്ടുള്ള, അടിയിൽ സെറ്റിൽ ചെയ്തിട്ടുള്ള ആ ഒരു ഫ്ലൂയിഡ് ആണ് ബ്ലഡ് സെൽസ്. ബാക്കി 45% ആണ് ആര് കാണപ്പെടുന്നുള്ളൂ? ബ്ലഡ് സെൽസ് കാണപ്പെടുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ബ്ലഡിലെ കമ്പോണൻസ് പറയുമ്പോൾ ബ്ലഡിൽ മെയിൻ ആയിട്ടും 2 കമ്പോണന്റ് ആക്കി നമുക്ക് ബ്ലഡിനെ ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ് കമ്പോണൻസ്? 55% പ്ലാസ്മ ആൻഡ് 45% ബ്ലഡ് സെൽസ്. ഓക്കെ, ഇനി ഈ ബ്ലഡ് സെൽസും എന്തിൽ കാണപ്പെടുന്നതാണ്? പ്ലാസ്മയിൽ തന്നെയാണ് ഈ ബ്ലഡ് സെൽസും കാണപ്പെടുന്നത് കേട്ടോ. അപ്പൊ അത് മാറരുത്. ഇതിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ പ്ലാസ്മയിൽ നിന്ന് ഈ ബ്ലഡ് സെൽസ് അടിയിൽ വന്ന് സെപ്പറേറ്റ് ചെയ്യാണ്.
ശരിക്കും ഒരു ബ്ലഡ് എടുക്കുക വെച്ചാൽ ബ്ലഡിലെ പ്ലാസ്മയിൽ മിക്സ് ചെയ്തിട്ട് തന്നെയാണ് ബ്ലഡ് സെൽസും കാണപ്പെടുക. അതിനെ കുറച്ചേരം ഒന്ന് സെറ്റിൽ ചെയ്യാൻ വെച്ചാലാണ് ആ ബ്ലഡ് സെൽസ് എന്ത് ചെയ്യുക, അടിയിലോട്ട് സെറ്റിൽ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ എന്താണ്, ബ്ലഡിൽ 2 കമ്പോണൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? പ്ലാസ്മ ആൻഡ് ബ്ലഡ് സെൽസ്. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഇനി നമ്മൾ പറഞ്ഞു പ്ലാസ്മ. അതിൽ നമ്മൾ ഫസ്റ്റ് കമ്പോണന്റ് ആയിട്ടുള്ള പ്ലാസ്മയെ കുറിച്ചാണ് ഇനി പഠിക്കുന്നത്. പ്ലാസ്മയിലുള്ള കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കാം. പ്ലാസ്മയിൽ മെയിൻ ആയിട്ട് 3 കമ്പോണൻസ് ആണുള്ളത്. ഫസ്റ്റ് കമ്പോണന്റ് ആണ് വാട്ടർ. അപ്പൊ പ്ലാസ്മയില് 92% കാണപ്പെടുന്നത് ആരാണ്? വാട്ടർ ആണ്. ഓക്കെ, പ്ലാസ്മയിൽ ആരാണ്? ഏതൊക്കെയാണ്? 3 കമ്പോണൻസ് ഉണ്ട്. അതിലെ ഫസ്റ്റ് കമ്പോണന്റ് ആണ് വാട്ടർ. വാട്ടർ എത്രയാണ്? 92% പ്ലാസ്മയിൽ വാട്ടർ ആണ് കാണപ്പെടുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സെക്കൻഡ് കമ്പോണന്റ് ആണ് പ്രോട്ടീൻ. പ്രോട്ടീൻ എത്രയാണ് കാണപ്പെടുന്നത്? അപ് ടു 7 to 8% പ്ലാസ്മയിൽ ആരാണ് കാണപ്പെടുന്നത്? പ്രോട്ടീൻ. ഇനി തേർഡ് കമ്പോണന്റ് ആണ് അതർ ഫാക്ടേഴ്സ്, മറ്റ് ഫാക്ടേഴ്സ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആ ഫാക്ടേഴ്സ് ആണ് സോൾട്ട് ഉണ്ടായിരിക്കും, ഹോർമോൺസ് ഉണ്ടായിരിക്കും, യൂറിയ ഉണ്ടായിരിക്കും, എൻസൈംസ് ഉണ്ടായിരിക്കും, എക്സെട്ര. ഓക്കെ, ഇതാണ് അതർ ഫാക്ടേഴ്സ്. ഓക്കെ, ഇനി പ്ലാസ്മയിൽ കാണപ്പെടുന്ന 3 പ്രോട്ടീൻസ്. നമ്മൾ പറഞ്ഞു ഒരു കമ്പോണന്റ് ആണ് പ്രോട്ടീൻ അല്ലേ. 3 ടൈപ്പ് പ്രോട്ടീൻസ് പ്ലാസ്മയിൽ കാണപ്പെടുന്നുണ്ട്. ഫസ്റ്റ് വൺ ആൽബുമിൻ, സെക്കൻഡ് വൺ ഗ്ലോബുലിൻ ആൻഡ് തേർഡ് വൺ ഫൈബ്രിനോജൻ. ഓക്കെ, അപ്പൊ ഇത് ഒന്ന് ഓർത്ത് വെക്കുക, എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള ഒരു ഏരിയ ആണ്. പ്ലാസ്മ പ്രോട്ടീൻസ് ഏതൊക്കെയാണ് പ്ലാസ്മ പ്രോട്ടീൻസ്? ആൽബുമിൻ, ഗ്ലോബുലിൻ ആൻഡ് ഫൈബ്രിനോജൻ. ഇനി നമുക്ക് ഓരോ പ്രോട്ടീന്റെയും ഫങ്ഷൻസ് നോക്കാം. ആൽബുമിന്റെ ഫംഗ്ഷൻ ആണ് ഇറ്റ് റെഗുലേറ്റ് ബ്ലഡ് പ്രഷർ. നമ്മുടെ ബ്ലഡ് പ്രഷർ BP റെഗുലേറ്റ് ചെയ്യുക, കൂട്ടാനും കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ആണ്. ഏത് പ്രോട്ടീൻ? ആൽബുമിൻ. ഓക്കെ, ഇനി അടുത്ത പ്രോട്ടീൻ ആണ് ഗ്ലോബുലിൻ. ഗ്ലോബുലിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്ലേ മേജർ റോൾ ഇൻ ദ നെക്സ്റ്റ് പ്രോട്ടീൻ ആണ് ഗ്ലോബുലിൻ. ഗ്ലോബുലിൻ ഹെൽപ്പ് ഇൻ ഡിഫൻസ് മെക്കാനിസം. ഓക്കെ, ഡിഫൻസ് മെക്കാനിസത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻ, അതായത് ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി എന്നുള്ള ആ ഒരു പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്ന ഡിഫൻസ് മെക്കാനിസം. ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താ? രോഗാണുക്കൾ നമ്മുടെ, അതായത് സറൗണ്ട്സിൽ നിന്നുമുള്ള ജേംസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗാനിസം, പാത്തോജൻ നമ്മുടെ ബോഡിയിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി അതിന് എന്ത് ചെയ്യും? ഡിഫെൻഡ് ചെയ്യാൻ നോക്കും അല്ലെ, പ്രതിരോധിക്കാൻ നോക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻ ആണ് ഏത്? ഗ്ലോബുലിൻ. ഓക്കെ, അപ്പൊ ഗ്ലോബുലിൻ ഹെൽപ്പ് ഇൻ ഡിഫൻസ് മെക്കാനിസം. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഫൈബ്രിനോജൻ. ഫൈബ്രിനോജൻ പ്ലേ മേജർ റോൾ ഇൻ ദ ബ്ലഡ് കൊയാഗുലേഷൻ. ബ്ലഡ് കൊയാഗുലേഷൻ, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ ഏതാണ്? ഫൈബ്രിനോജൻ. ഓക്കെ, അപ്പൊ പ്ലാസ്മയിലുള്ള കമ്പോണൻസ് ഏതൊക്കെയാണ്? 3 കമ്പോണൻസ് ആണുള്ളത്. വാട്ടർ, ദെൻ പ്രോട്ടീൻ ആൻഡ് അതർ ഫാക്ടേഴ്സ്. വാട്ടർ ആണ് 92% വാട്ടർ ആയിരിക്കും. പ്രോട്ടീന് എത്രയാണ്? അപ് ടു 7 to 8%. ദെൻ അതർ ഫാക്ടേഴ്സ് ലൈക്ക് സോൾട്ട്, മിനറൽസ്, എൻസൈംസ്, ഹോർമോൺസ്, എക്സെട്ര. ഓക്കെ, ദെൻ പ്രോട്ടീൻസ് 3 ടൈപ്പ് പ്രോട്ടീൻസ് കാണപ്പെടുന്നുണ്ട്. ആൽബുമിൻ, ഗ്ലോബുലിൻ ആൻഡ് ഫൈബ്രിനോജൻ. ആൽബുമിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഗുലേറ്റ് ബ്ലഡ് പ്രഷർ. ഗ്ലോബുലിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഹെൽപ്പ് ഇൻ ഡിഫൻസ് മെക്കാനിസം. നെക്സ്റ്റ് ആണ് ഫൈബ്രിനോജൻ, ഇറ്റ് പ്ലേ മേജർ റോൾ ഇൻ ദ ബ്ലഡ് കൊയാഗുലേഷൻ. ഓക്കെ, ഇനി നമുക്ക് ബ്ലഡ് സെൽസ് ഒന്ന് നോക്കാം. നിങ്ങൾക്ക് പഠിക്കാനില്ല ഡീറ്റെയിൽഡ് ആയിട്ടും, എന്നാലും നമുക്ക് ബ്ലഡ് സെൽസിനെ കുറിച്ചും കൂടി ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ സ്റ്റുഡൻസ്, ഇനി നെക്സ്റ്റ് കമ്പോണന്റ് ആണ് ബ്ലഡ് സെൽസ്. ബ്ലഡ് സെൽസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ മുന്നത്തെ വർഷമായിരുന്നു കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. സിലബസ് ടെക്സ്റ്റ് ബുക്ക് മാറിയപ്പോൾ, ചേഞ്ച് വരുത്തിയപ്പോൾ ഈ വർഷം നമുക്ക് ബ്ലഡ് സെൽസ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, നമ്മുടെ ബോഡിയിലെ 3 ടൈപ്പ് ബ്ലഡ് സെൽസ് ആണ് കാണുന്നത്. ഏതൊക്കെയാണ്? നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഏതൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്ന ബ്ലഡ് സെൽസ്? യെസ്, RBC. RBC മീൻസ് റെഡ് ബ്ലഡ് സെൽസ്. ദെൻ WBC, വൈറ്റ് ബ്ലഡ് സെൽസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്. ഏതാണ് ഈ 3 ടൈപ്പ് ബ്ലഡ് സെൽസ് ഉള്ളത്? ഓക്കെ, RBCയും WBCയും പ്ലേറ്റ്ലെറ്റ്. ഓക്കെ, ഇത്രയും നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. നമ്മൾ പറഞ്ഞു സർക്കുലേറ്ററി സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ബ്ലഡ്, ഹേർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ്. ഇത് നമ്മൾ ബ്ലഡിനെ കുറിച്ച് പഠിച്ചു അല്ലേ? ഓക്കെ, ഇത് നമ്മൾ നെക്സ്റ്റ് കമ്പോണന്റ് ആയിട്ടുള്ള ഹാർട്ടാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഹാർട്ട് നമുക്കറിയാം നമ്മുടെ ബോഡിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ ആണ് ഇത് ഹാർട്ട് അല്ലേ. ഇനി
ഹാർട്ട് അറിയപ്പെടുന്നത് എന്താണ്? നമ്മുടെ ബോഡിയിലെ മോട്ടോർ പമ്പ് എന്നറിയപ്പെടുന്നത്. നമുക്കറിയാം, ഒരു മോട്ടോർ പമ്പാണെങ്കിൽ എന്ത് ചെയ്യും? അത് ആരുടെ മോട്ടോർ പമ്പ് എന്ത് ചെയ്യണത്? വാട്ടർ പമ്പ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ ബ്ലഡ് പമ്പിങ് നടത്തുന്നത് ആരാണ്? ഹാർട്ടാണ്. അപ്പൊ നമ്മുടെ ബോഡിയിലെ സദാ വർക്ക് ചെയ്യുന്ന, ഏത് ടൈമിലും വർക്ക് ചെയ്യുന്ന, ഉറക്കമില്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനാണ് ഏത്? ഹാർട്ട്. ഓക്കെ. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ, മെയിനായിട്ട് സർക്കുലേഷൻ എന്നുള്ള ഒരു പ്രോസസ്സിന്റെ സെന്റർ പാർട്ട് എന്ന് പറയുന്നത് ഹാർട്ടാണ്. ഓക്കെ. ഇനി ഹാർട്ട് എവിടെയാണ് കാണപ്പെടുന്നത്? ഹാർട്ട് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ബിറ്റ്വീൻ ദ ലങ്സ്, ഓക്കെ, ആൻഡ് ബിഹൈൻഡ് ദ സ്റ്റേർണം. നമ്മുടെ ലങ്സിന്റെ ഇൻ ബിറ്റ്വീൻ, രണ്ട് ലങ്സിന്റെയും ബിറ്റ്വീൻ മിഡിൽ പോർഷനില് സ്റ്റേണത്തിന് തൊട്ടു പിന്നിലായി നമ്മുടെ ഈ തൊറാസിക് റീജിയണില്, തൊറാസിക് റീജിയൺ എന്ന് പറഞ്ഞാൽ എന്താ? ഈ നെഞ്ചുഭാഗം അല്ലെ, ഇതാണ് തൊറാസിക് റീജിയൻ. അപ്പൊ ഈ തൊറാസിക് റീജിയണില് രണ്ട് ലങ്സിനും ഇടയിലായി സ്റ്റേണത്തിന് ബിഹൈൻഡ് ആയി കാണപ്പെടുന്ന ഓർഗനാണ് ഏത്? ഹാർട്ട്. ഓക്കെ. ഇനി സൈസ് ഓഫ് ദ ഹാർട്ട് ഈസ് ഈക്വൽ ടു ദ സൈസ് ഓഫ് വൺസ് ഫിസ്റ്റ്. അതായത് ഒരാളുടെ ഹൃദയത്തിന്റെ വലുപ്പം എന്ന് പറയുന്നത് അയാളുടെ ഈ മുഷ്ടിയുടെ വലുപ്പമായിരിക്കും അയാളുടെ ഹൃദയത്തിന്. ഇപ്പൊ എന്റെ മുഷ്ടിയുടെ വലുപ്പം, എന്റെ കൈന്റെ മുഷ്ടിയാണത്, ഇതിന്റെ ഇത്രയും വലുപ്പമായിരിക്കും എന്റെ ഹാർട്ടിന്. ഓക്കെ. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൈ ഒന്നിങ്ങനെ മടക്കി പിടിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും ഈ ഫിസ്റ്റിന്റെ സൈസ് ആയിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും ഹാർട്ടിനുള്ളത്. ഓക്കെ. ഇനി നമ്മുടെ ഹാർട്ട് കവേർഡ് ബൈ ഇനി നമ്മുടെ ഹാർട്ടിനെ കവർ ചെയ്തിട്ട് ഒരു ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ഉണ്ട്. ദിസ് മെംബ്രെയിൻ ഈസ് കോൾഡ് പെരികാർഡിയൽ മെംബ്രെയിൻ. ഓക്കെ. അപ്പൊ ഹാർട്ടിനെ കവർ ചെയ്തിട്ടുള്ള മെംബ്രെയിന്റെ പേരെന്താണ്? പെരികാർഡിയൽ മെംബ്രെയിൻ. ദാറ്റ് ഈസ് എ ഫ്ലൂയിഡ് ഫിൽഡ് ഇൻ ബിറ്റ്വീൻ ദ മെംബ്രെയിൻ ഈസ് കോൾഡ് മെംബ്രെയിൻ. അതായത് ഈ മെംബ്രെയിന്റെ ഇടയിൽ, ഈ രണ്ട് മെംബ്രെയിനും ഇടയിലായിട്ട് ഒരു ഫ്ലൂയിഡ് കാണപ്പെടുന്നുണ്ട്. ഓക്കെ. പെരികാർഡിയൽ ഫ്ലൂയിഡ് എന്നാണ് പറയാ. ഫ്ലൂയിഡ് കാണപ്പെടുന്നുണ്ട്. ഈ ഫ്ലൂയിഡ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഈ മെംബ്രെയിൻ, അതായത് ഹാർട്ട് ബീറ്റിന്റെ ടൈമിൽ ഈ മെംബ്രെയിനിന് ഇടയിലുള്ള ഫ്രിക്ഷൻ ഇല്ലേ, ഘർഷണം, അത് കുറയ്ക്കാനാണ് ഈ ഫ്ലൂയിഡ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ. ഒന്നും കൂടി ഹാർട്ടിനെ കുറിച്ച് പറഞ്ഞു തരാം. ഹാർട്ട് കാണപ്പെടുന്നത് എവിടെയാണ്? ഇൻ ബിറ്റ്വീൻ ദി ലങ്സ് ആൻഡ് ബിഹൈൻഡ് ദി സ്റ്റേർണം ഇൻ ദ തൊറാസിക് റീജിയൻ ഓർ തൊറാസിക് കാവിറ്റി. അതായത് നമ്മുടെ രണ്ട് ലങ്സിനും ഇടയിൽ സ്റ്റേർണത്തിന് തൊട്ടു പിന്നിലായിട്ടാണ് നമ്മുടെ ഹാർട്ട് തൊറാസിക് റീജിയനിലാണ് കാണപ്പെടുന്നത്. ലെഫ്റ്റ് സൈഡിലോട്ട് ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞിട്ടാണ് ആര് കാണപ്പെടുന്നത്? ഹാർട്ട് കാണപ്പെടുന്നത്. ഓക്കെ. ഇനി ഹാർട്ടിന്റെ സൈസ് എന്ന് പറയുന്നത് ഈക്വൽ ടു ദ സൈസ് ഓഫ് വൺസ് ഫീസ്റ്റ്. ഒരാളുടെ ഫീസ്റ്റിന്റെ സൈസാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഹാർട്ടിനും ഉള്ളത്. ഓക്കെ. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താ നമ്മൾ പഠിച്ചത്? ഹാർട്ട് ഈസ് കവേർഡ് ബൈ എ ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ഈസ് കോൾഡ് പെരികാർഡിയൽ മെംബ്രെയിൻ. ഓക്കെ. അപ്പോൾ പെരികാർഡിയം. ഓക്കെ. ആൻഡ് ദർ ഇസ് എ ഫ്ലൂയിഡ് ഇൻസൈഡ് ദ, അല്ലെങ്കിൽ ദർ ഇസ് എ ഫ്ലൂയിഡ് ഫിൽഡ് ഇൻ ബിറ്റ്വീൻ ദ മെംബ്രെയിൻ ഈസ് കോൾഡ് പെരികാർഡിയൽ ഫ്ലൂയിഡ്. ഓക്കെ. അപ്പൊ പെരികാർഡിയത്തിന് ഇടയിലുള്ള ഫ്ലൂയിഡിന്റെ പേരാണ് എന്ത്? പെരികാർഡിയൽ ഫ്ലൂയിഡ്. അത് എന്തിനാണ്? ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ, കുറയ്ക്കാൻ മെംബ്രെയിൻസിന്റെ ഇടയിലുള്ള ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനാണ് ആര് ഹെൽപ്പ് ചെയ്യുന്നത്? ഈ ഫ്ലൂയിഡ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ. ഇനി നമുക്ക് ഹാർട്ടിന്റെ സ്ട്രക്ചർ പഠിക്കാം. ഓക്കെ. അപ്പോൾ സ്ട്രക്ചറിനെ കുറിച്ച് ഞാനിങ്ങനെ പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ഈ പിക്ചറിലൂടെ നിങ്ങൾ ഈ ഹാർട്ടിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കാം. ഓക്കെ. അപ്പോൾ ഈ കാണിച്ചിട്ടുള്ളതാണ് ഹാർട്ടിന്റെ സ്ട്രക്ചർ. ഹാർട്ടിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ട ഒരു ഭാഗമാണ് ഹ്യൂമൻ ഹാർട്ട് എന്ന് പറയുന്നത് 4 ചേമ്പേർഡ് ആണ്. നമ്മളുടെ എല്ലാവരുടെയും ഹൃദയത്തിന്, മാമൽസിന്റെ ഒക്കെ ഹാർട്ട് എത്രയാണ്? എത്ര ചേമ്പേഴ്സ് ഉണ്ട്? 4 ചേമ്പേഴ്സ് ആണ്. 4 അറകളാണ് നമ്മുടെ ഹാർട്ടിനുള്ളത്. നിങ്ങൾ എല്ലാവരും ഈ പിക്ചറിലോട്ട് നോക്കുക. നമ്മുടെ ഹൃദയത്തിന് എത്ര അറകൾ കാണാനുണ്ട്? 4 അറകൾ നിങ്ങൾക്ക് കാണുന്നില്ലേ? ഇതിലെ ഫസ്റ്റ് അറയാണ് റൈറ്റ് ഏട്രിയം. ടീച്ചറെ കാണിച്ചിട്ടുള്ളതാണ്. ഇതാണ് റൈറ്റ് ഏട്രിയം. ഓക്കെ. ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് ലെഫ്റ്റ് ഏട്രിയം. ഓക്കെ. ആൻഡ് ദിസ് ഈസ് റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് ദിസ് പാർട്ട് ഈസ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഓക്കെ. അപ്പോൾ ഹ്യൂമൻ ഹാർട്ട് എന്ന് പറയുന്നത് 4 ചേമ്പേർഡ് ആണ്. ഓക്കെ. ഏതൊക്കെയാണ് ചേമ്പറുകൾ? ഏതൊക്കെയാണ്? റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഹാർട്ടിൽ കാണപ്പെടുന്ന 2 ചേമ്പേഴ്സ് ആണ് ഏട്രിയവും വെൻട്രിക്കിളും. ഓക്കെ. അപ്പൊ ഏതൊക്കെയാണ് ഹാർട്ടിൽ കാണുന്ന 2 ചേമ്പർ? ഏതാണ്? ഏട്രിയം ആൻഡ് വെൻട്രിക്കിൾ. ഓക്കെ. ഇനി നോക്കാം, ഈ റൈറ്റ് ഏട്രിയം നോക്കാം. റൈറ്റ് ഏട്രിയത്തിലോട്ട് 2 വെയിൻസ് റൈറ്റ് ഏട്രിയത്തിലോട്ട് എത്തുന്നുണ്ട്. ഓക്കെ.
രണ്ട് വെയിൻസ് റൈറ്റ് ഏട്രിയത്തിലോട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വെയിൻ ഈസ് സുപ്പീരിയർ വീന കാവ. വീന കാവ എന്ന് പറയുന്ന വെയിനാണ് നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലോട്ട് ഓപ്പൺ ചെയ്യുന്നത്. അതിൽ ഒന്നാണ് ഈ കാണിച്ചിട്ടുള്ളത്. ദിസ് ഈസ് സുപ്പീരിയർ വീന കാവ ആൻഡ് ദിസ് ഈസ് ഇൻഫീരിയർ വീന കാവ. ഓക്കെ, അപ്പൊ രണ്ട് വെയിൻസ് റൈറ്റ് ഏട്രിയത്തിലോട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. സുപ്പീരിയർ വീന കാവ എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ വീന കാവ കളക്ട് ഓർ ക്യാരിയിങ് ദ ബ്ലഡ് ഫ്രം ആന്റീരിയർ പോർഷൻ ഓഫ് ദ ബോഡി, അല്ലെങ്കിൽ ആന്റീരിയർ പോർഷൻ ഓഫ് ദ ബോഡി, അതായത് നമ്മുടെ ബോഡിയുടെ ആന്റീരിയർ പോർഷനിൽ നിന്നും ബ്ലഡ് ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന എവിടേക്ക്? റൈറ്റ് ഏട്രിയത്തിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വെയിനാണ് ഏത്? സുപ്പീരിയർ വീന കാവ. ഓക്കെ, ഇനി ഇൻഫീരിയർ വീന കാവ കളക്ട് ബ്ലഡ് ഫ്രം എവിടെ നിന്നാണ്? പോസ്റ്റീരിയർ പോർഷൻ ഓഫ് ദ ബോഡി ടു റൈറ്റ് ഏട്രിയം. നമ്മുടെ ബോഡിയുടെ പോസ്റ്റീരിയർ സൈഡിൽ നിന്നും ബ്ലഡ് കളക്ട് ചെയ്ത് റൈറ്റ് ഏട്രിയത്തിലോട്ട് എത്തിക്കുന്നതാണ് ആര്? ഇൻഫീരിയർ വീന കാവ. അപ്പോ അപ്പൊ ഒന്നും കൂടി പറഞ്ഞുതരാം. റൈറ്റ് ഏട്രിയത്തിലോട്ട് രണ്ട് വെയിൻസ് വന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. സുപ്പീരിയർ വീന കാവ ആൻഡ് inferior vena cava. Superior vena cava collect blood from anterior portion of the body and the inferior vena cava collect blood from posterior portion of the body. ഓക്കെ, ഇനി ഇവർ കളക്ട് ചെയ്യുന്ന ബ്ലഡിന്റെ പ്രത്യേകത, ഈ ബ്ലഡ് ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ആയിരിക്കും. അതായത് ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡാണ് എപ്പോഴും റൈറ്റ് ഏട്രിയത്തിലോട്ട് എത്തുന്നത്. അത് ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ആണ് ഏത് പോർഷനിലോട്ട് എത്തുന്നത്? ഏത് ചേംബറിലോട്ട് എത്തുന്നത്? റൈറ്റ് ഏട്രിയത്തിലോട്ട്. ഓക്കെ, അങ്ങനെ റൈറ്റ് ഏട്രിയം ഫില്ലായി കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്യുന്ന ആ ഭാഗത്ത് ഒരു വാൽവ് ഉണ്ട്. ഇത് വാൽവ് ഈസ് കോൾഡ് ട്രൈക്കസ്പിഡ് വാൽവ്. എന്താണ് വാൽവ്? റൈറ്റ് ഏട്രിയത്തിനെയും റൈറ്റ് വെൻട്രിക്കിളിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന വാൽവിന്റെ പേരെന്താണ്? ട്രൈക്കസ്പിഡ് വാൽവ്. അതിന് മറക്കരുത്. ഓക്കെ, അപ്പോൾ റൈറ്റ് ഏട്രിയത്തിനെയും റൈറ്റ് വെൻട്രിക്കിളിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന വാൽവ് ഏതാണ്? ട്രൈക്കസ്പിഡ് വാൽവ്. ഓക്കെ, അപ്പൊ ആ വാൽവ് ഓപ്പൺ ചെയ്താൽ ബ്ലഡ് നേരെ എവിടേക്ക് കടക്കും? റൈറ്റ് വെൻട്രിക്കിളിലോട്ട് കടക്കും. ഓക്കെ, റൈറ്റ് വെൻട്രിക്കിളിൽ എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റൈറ്റ് വെൻട്രിക്കിൾ കംപ്ലീറ്റ് ആയാൽ ട്രൈക്കസ്പിഡ് വാൽവ് വേഗം എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യും. കാരണം ആ ബ്ലഡ് വീണ്ടും തിരിച്ചു ഫ്ലോ ചെയ്യാതിരിക്കാൻ വേണ്ടി ട്രൈക്കസ്പിഡ് വാൽവ് ക്ലോസ് ആവും. ഇനി റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ഈ ബ്ലഡ് ഓക്സിജൻ മിക്സ് ചെയ്യണമെങ്കിൽ ലങ്സിലോട്ട് എത്തണം. ലങ്സിലാണ് ഓക്സിജൻ ഉള്ളത്, അല്ലേ? അപ്പോൾ ഓക്സിജൻ മിക്സ് ചെയ്യാൻ വേണ്ടി ഈ ബ്ലഡ് നേരെ എവിടേക്ക് പോവും? ലങ്സിലോട്ട് പോവും. അതിനു വേണ്ടി റൈറ്റ് വെൻട്രിക്കിളിൽ തന്നെ ഒരു ആർട്ടറി ഉണ്ട്. ആർട്ടറിയുടെ പേരാണ് എന്ത്? ലെഫ്റ്റ് പൾമണറി ആർട്ടറി. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് പൾമണറി ആർട്ടറി എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും. നോട്ട് ചെയ്യുക, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ആർട്ടറി ഏതാണ്? ലെഫ്റ്റ് പൾമണറി ആർട്ടറി. ഈ ആർട്ടറി നേരെ ഏത് ഭാഗത്തോട്ടാണ് പോകുന്നത്? ലങ്സിലോട്ട്. ഇത്രയും മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ആർട്ടറിയാണ് ഏത്? ലെഫ്റ്റ് പൾമണറി ആർട്ടറി. ലെഫ്റ്റ് പൾമണറി ആർട്ടറി ഈ ഡിയോക്സിജൻ ആയിട്ടുള്ള ബ്ലഡിനെ ക്യാരി ഫ്രം റൈറ്റ് വെൻട്രിക്കിൾ ടു ലങ്സ്. ഓക്കെ, ലങ്സിൽ എത്തിക്കഴിഞ്ഞാൽ ഓക്സിജൻ മിക്സ് ആവും. ഈ ഓക്സിജൻ മിക്സ് ആയിട്ടുള്ള ബ്ലഡിനെ ആര് ക്യാരി ചെയ്യും? ലെഫ്റ്റ്, അതായത് ലങ്സിൽ നിന്നും വരുന്ന ഒരു വെയിൻ ആണ് ലെഫ്റ്റ് പൾമണറി വെയിൻ. ആ ബ്ലഡിനെ നേരെ ആര്? ലങ്സിൽ നിന്നും ലെഫ്റ്റ് പൾമണറി വെയിൻ ക്യാരി ചെയ്ത് ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് എത്തിക്കും. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് ഏട്രിയത്തിലുള്ള ബ്ലഡ് എങ്ങനത്തെ ബ്ലഡ് ആയിരിക്കും? ഓക്സിജനേറ്റഡ് ബ്ലഡ്. റൈറ്റ് ഏട്രിയത്തിലുള്ള ബ്ലഡ് എന്താണ്? ഡിയോക്സിജനേറ്റഡ് ബ്ലഡും ലെഫ്റ്റ് ഏട്രിയത്തിലുള്ള ബ്ലഡ് ഓക്സിജനേറ്റഡ് ബ്ലഡുമായിരിക്കും. ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് ബ്ലഡ് എത്തിക്കുന്ന വെയിൻ ഏതാണ്? ലെഫ്റ്റ് പൾമണറി വെയിൻ. ഓക്കെ, ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇനിയും പഠിക്കും. ഓക്കെ, ഇനി നോക്കാം. ലെഫ്റ്റ് ഏട്രിയം ഫില്ലായി കഴിഞ്ഞാൽ അവിടെ ഒരു വാൽവ് ഉണ്ട്. അത് ഓപ്പൺ ചെയ്യും. ആ വാൽവിന്റെ പേരാണ് ബൈക്കസ്പിഡ് വാൽവ്. നിങ്ങൾ ഈ പിക്ചറിൽ കണ്ടോ? ഇതാണ് ബൈക്കസ്പിഡ് വാൽവ്. ഈ വാൽവ് ഓപ്പൺ ചെയ്താൽ ബ്ലഡ് നേരെ എവിടേക്ക് കടക്കും? റൈറ്റ് വെൻട്രിക്കിളിലോട്ട് കടക്കും. മനസ്സിലായോ? റൈറ്റ് വെൻട്രിക്കിളിൽ എത്തിക്കഴിഞ്ഞാൽ റൈറ്റ് വെൻട്രിക്കിൾ ഫില്ലാവും. ഫില്ലായി കഴിഞ്ഞ് നമുക്ക് ആ ബ്ലഡ് നമ്മുടെ വേരിയസ് ബോഡി പാർട്ടിലോട്ട് എത്തിക്കണ്ടേ? നമ്മുടെ വേരിയസ് ബോഡി പാർട്ടിലോട്ട് എത്തിക്കാൻ വേണ്ടി റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ഒരു
ആർട്ടറി പെർഫോം ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. അതിന്റെ പേരാണ് അയോട്ട. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും എറേസ് ചെയ്യുന്ന ബ്ലഡ് വെസൽ ഏതാണ്? അയോട്ട. അയോട്ട വഴി, ഇതാണ് അയോട്ട. ഈ അയോട്ട വഴി ബ്ലഡ് നമ്മുടെ വേരിയസ് ബോഡി പാർട്ടിലോട്ട് എത്തും. ഓക്കെ. ഇപ്പോൾ റൈറ്റ് വെൻട്രിക്കിളിലും ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും രണ്ട് വെസൽസ്, ബ്ലഡ് വെസൽസ് എറേസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ലെഫ്റ്റ് പൾമണറി ആർട്ടറിയും അയോട്ടയും അല്ലെ. ഈ രണ്ട് ബ്ലഡ് വെസൽസിന്റെ അറ്റത്തും രണ്ട് വാൽവുകൾ കാണപ്പെടുന്നുണ്ട്. ആ വാൽവിന്റെ പേരാണ് പൾമണറി അല്ലെങ്കിൽ സെമി ലൂണാർ വാൽവ് എന്ന് പറഞ്ഞിട്ടോ. സെമി ലൂണാർ വാൽവ്, അതൊന്ന് ഓർത്ത് വെക്കാം. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് ആരുടെ സ്ട്രക്ചർ? ഹ്യൂമൻ ഹാർട്ടിന്റെ സ്ട്രക്ചർ. ഓക്കെ ഓക്കെ സ്റ്റുഡൻസ്, അപ്പൊ എല്ലാവർക്കും ഹ്യൂമൻ ഹാർട്ടിന്റെ സ്ട്രക്ചർ മനസ്സിലായല്ലോ. അതൊന്നും കൂടി പറഞ്ഞു തരാം. ഈ കാണിച്ചിട്ടുള്ളതാണ് ഹ്യൂമൻ ഹാർട്ട്. നമ്മുടെ ഹ്യൂമൻ ഹാർട്ട് എന്ന് പറയുന്നത് 4 ചേമ്പേർഡ് ആണ്. 4 ചേമ്പേഴ്സ്, 4 അറകളാണ് നമ്മളുടെ എല്ലാവരുടെയും ഹാർട്ടിനുള്ളത് അല്ലെ. ഏതൊക്കെയാണ് ആ 4 അറകൾ? റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഓക്കെ. അപ്പോൾ ഏട്രിയവും വെൻട്രിക്കിളുമാണ് നമ്മുടെ ഹാർട്ടിൽ കാണപ്പെടുന്ന ചേമ്പേഴ്സ്. ഓക്കെ. ഇനി ഇതില് റൈറ്റ് ഏട്രിയത്തിലോട്ട് 2 ബ്ലഡ് വെസൽസ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ. ആൻഡ് ദീസ് ബ്ലഡ് വെസൽസ് ഈസ് നോൺ ആസ് സുപ്പീരിയർ വീന കാവ ആൻഡ് ഇൻഫീരിയർ വീന കാവ. വീന കാവ എന്നുള്ള ഒറ്റ പേരാണ് ഇതിനെ പറയുക. ഓക്കെ. വീന കാവന്റെ 2 ടൈപ്പ് ഉണ്ട്, സുപ്പീരിയർ ഉണ്ട്, ഇൻഫീരിയർ ഉണ്ട്. സുപ്പീരിയർ വീന കാവ എന്ത് ചെയ്യുന്നു? ഹാർട്ട് ഇവിടെയാണെങ്കിൽ നമ്മുടെ ആന്റീരിയർ പോർഷൻ, നമ്മുടെ ബ്രെയിനിന്റെ അവിടെ നിന്നുള്ള ബ്ലഡിനൊക്കെ എന്ത് ചെയ്യും? കളക്ട് ചെയ്യും. അപ്പൊ ആന്റീരിയർ പോർഷൻ എന്നുള്ള ബ്ലഡിനെ കളക്ട് ചെയ്ത് റൈറ്റ് ഏട്രിയത്തിലോട്ട് എത്തിക്കുന്നത് ആരാണ്? സുപ്പീരിയർ വീന കാവയാണ്. ഓക്കെ. ഇൻഫീരിയർ വീന കാവ കളക്ട് ബ്ലഡ് ഫ്രം പോസ്റ്റീരിയർ പോർഷൻ. പോസ്റ്റീരിയർ പോർഷൻ ഇവിടെ ഹാർട്ട് ആണെങ്കിൽ പോസ്റ്റീരിയർ പോർഷൻ ഏതാ? നമ്മുടെ താഴോട്ടിലെ കാലിന്റെ ആ ഭാഗത്തു നിന്നുള്ള ബ്ലഡ് ഒക്കെ ആര്? ഇൻഫീരിയർ വീന കാവ എന്ത് ചെയ്യും? കളക്ട് ചെയ്ത് റൈറ്റ് ഏട്രിയത്തിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യും? ഓപ്പൺ ചെയ്യും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ റൈറ്റ് ഏട്രിയത്തിലോട്ട് ഓപ്പൺ ചെയ്യുന്ന 2 ബ്ലഡ് വെസൽസ് ഏതൊക്കെയാണ്? സുപ്പീരിയർ വീന കാവ ആൻഡ് ഇൻഫീരിയർ വീന കാവ. ഓക്കെ. ഇനി റൈറ്റ് ഏട്രിയം നിറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വാൽവ് ഉണ്ട്. ദ വാൽവ് ഈസ് കോൾഡ് ട്രൈക്കസ്പിഡ് വാൽവ്. ട്രൈക്കസ്പിഡ് വാൽവ് ഓപ്പൺ ചെയ്യും. ബ്ലഡ് നേരെ ഏത് ഭാഗത്തോട്ട് കടക്കും? വെൻട്രിക്കിളിലോട്ട് കടക്കും. റൈറ്റ് വെൻട്രിക്കിളിലോട്ട് കടക്കും. ഓക്കെ. അത് കഴിഞ്ഞാൽ ട്രൈക്കസ്പിഡ് വാൽവ് എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യും. ഓക്കെ. ഇനി ഈ വെൻട്രിക്കിളിൽ ഫില്ലായിട്ടുള്ള ബ്ലഡ് നേരെ വെൻട്രിക്കിളിൽ നിന്നും ഒരു ബ്ലഡ് വെസൽ എറേസ് ചെയ്യുന്നുണ്ട്. ആ ബ്ലഡ് വെസലിന്റെ പേരെന്താണ്? പൾമണറി ആർട്ടറി. ഓക്കെ. പൾമണറി ആർട്ടറി എറേസ് ചെയ്യുന്നുണ്ട്. ഈ പൾമണറി ആർട്ടറി ബ്ലഡിനെ എവിടേക്ക് എത്തിക്കും? ലങ്സിലോട്ട്. ഹാർട്ടിൽ നിന്നും ലങ്സിലോട്ട് ബ്ലഡിനെ എത്തിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? പ്യൂരിഫൈ ചെയ്യാൻ അല്ലെ, ഓക്സിജൻ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. റൈറ്റ് ഏട്രിയത്തിലും റൈറ്റ് വെൻട്രിക്കിളിലുള്ള ബ്ലഡ് എന്ത് ബ്ലഡാണ്? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് അല്ലെ. ഈ ബ്ലഡിനെ ലങ്സിലോട്ട് എത്തിക്കുന്നത് ആരാണ്? ലെഫ്റ്റ് പൾമണറി ആർട്ടറി. ഓക്കെ. പൾമണറി ആർട്ടറിയാണ് എത്തിക്കുന്നത്. ഇനി ലങ്സിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഓക്സിജൻ മിക്സ് ചെയ്യും. ഓക്സിജൻ മിക്സ് ചെയ്തിട്ടുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ലങ്സിൽ നിന്നും എറേസ് ചെയ്യുന്ന ഒരു വെയിൻ ഉണ്ട്. ആ വെയിന്റെ പേരെന്താണ്? പൾമണറി വെയിൻ. പൾമണറി വെയിൻ അതിനെ ക്യാരി ചെയ്ത് ഏത് ഭാഗത്തോട്ട് കൊടുക്കും? ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് കൊടുക്കും. ഓക്കെ. അങ്ങനെ ലെഫ്റ്റ് ഏട്രിയം ഫില്ലാവും. ഫില്ലായി കഴിഞ്ഞാൽ അവിടെ ഒരു വാൽവ് ഉണ്ട്. ദ വാൽവ് ഈസ് കോൾഡ് ബൈക്കസ്പിഡ് വാൽവ്. ബൈക്കസ്പിഡ് വാൽവ് ഓപ്പൺ ചെയ്യും. ബ്ലഡ് നേരെ ഏത് ഭാഗത്തോട്ട് കടക്കും? ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട് കടക്കും. ഓക്കെ. അങ്ങനെ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ത് ചെയ്യും? ഫില്ലാവും. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് നമ്മുടെ ബോഡിയിലോട്ട് വേരിയസ് പാർട്ടിലോട്ട് ഈ ഓക്സിജൻ മിക്സ് ആയിട്ടുള്ള ബ്ലഡ് എത്തണം അല്ലെ. അപ്പൊ ഈ ബ്ലഡിനെ എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ബ്ലഡ് വെസലാണ് അയോട്ട. ഓക്കെ. അയോട്ട എല്ലാവരും കണ്ടോ? ഈ അയോട്ട എന്ത് ചെയ്യും? ഈ ബ്ലഡിനെ നമ്മുടെ വേരിയസ് ബോഡി പാർട്ടിലോട്ട് എത്തിക്കും. മനസ്സിലായല്ലോ? ഇനി ഈ അയോട്ടയിലും അതുപോലെ തന്നെ ലെഫ്റ്റ് പൾമണറി ആർട്ടറിയിലും അതായത് അവർ രണ്ടും എന്താ മേലേക്ക് എടുക്കുക, അതായത് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും എറേസ് ചെയ്യുന്നതല്ലേ. അപ്പൊ താഴോട്ട് ബ്ലഡ് വീണ്ടും ഫ്ലോ ചെയ്യാതിരിക്കാൻ വേണ്ടി അവരുടെ അറ്റത്ത് എന്തുണ്ട്? ഒരു വാൽവ് ഉണ്ട്. ആൻഡ് ദ വാൽവ് ഈസ് കോൾഡ് സെമി ലൂണാർ വാൽവ്. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഹാർട്ടിന്റെ സ്ട്രക്ചർ. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇന്ന് തന്നെ എല്ലാവരും പഠിക്കുക. ഓക്കെ. ഓക്കെ സ്റ്റുഡൻസ്, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബ്ലഡിനെ കുറിച്ചും ഹാർട്ടിനെ കുറിച്ചുമാണ്. ഓക്കെ. അപ്പൊ ബ്ലഡിലുള്ള കമ്പോണൻസ് ഏതൊക്കെയാണ്? പ്ലാസ്മയും ബ്ലഡ് സെൽസും. പ്ലാസ്മയിൽ വീണ്ടും കാണപ്പെടുന്ന കമ്പോണൻസ് ഏതൊക്കെയാണ്?
വാട്ടർ, പ്രോട്ടീൻസ് ആൻഡ് അതർ ഫാക്ടേഴ്സ്. പ്രോട്ടീൻസ് ഏതൊക്കെയാണ്? ഗ്ലോബുലിൻ, ആൽബുമിൻ, ഗ്ലോബുലിൻ ആൻഡ് ഫൈബ്രിനോജൻ. ഇനി അടുത്തത് ഏതാണ്? അടുത്ത് നമ്മൾ ബ്ലഡ് പഠിച്ചു. ബ്ലഡ് ഏതൊക്കെയാണ്? ബ്ലഡ് സെൽസ് ഏതൊക്കെയാണ്? RBC, WBC ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്. അത് കഴിഞ്ഞ് ഹാർട്ട് പഠിച്ചു. ഹാർട്ടിൻ്റെ നമ്മൾ ഫീച്ചേഴ്സ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഹാർട്ടിൻ്റെ സ്ട്രക്ചർ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.